ഹലോ ഫ്രണ്ട്സ്, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ ആക്ച്വലി ലഞ്ചിന് വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോവുക. ലഞ്ചിന് പുറത്ത് പോവുകയാണ്. കുറേ ദിവസമായിട്ട്, കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ പുറത്തൊന്ന് പോയി കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ എന്താ പറയുക വീഡിയോയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടില്ലേ ഗീതുവിൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഏപ്രിലിൽ ഞങ്ങൾ 3-4 ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഏപ്രിലും മെയിലുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. 2 കാറിലായിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ബോയ്സും ഗേൾസും ഞങ്ങൾ ഏകദേശം 10 പേരുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ബോയ്സ് എല്ലാവരും ഫ്രണ്ടിലത്തെ കാറിൽ. എനിക്കാണെങ്കിൽ വഴിയേ അറിയില്ല, ഞാൻ അവരുടെ പുറകേ പോവാം കേട്ടോ. എനിക്ക് വഴിയേ അറിയത്തില്ല, എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കിവിടുത്തെ അധികം വഴികളൊന്നും അറിയത്തില്ല കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഗേൾസ് ഗ്യാങ്. ഗീതുവിനെ അറിയായിരിക്കും, ഗീതു, ഹെലീന, കൃഷ്ണപ്രിയ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ. ആക്ച്വലി ഇവരെവിടെയാണ് പോകുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവരെവിടെയാണോ പോകുന്നത്, ഞങ്ങൾ അതിൻ്റെ പുറകെ പോവുകയാണ്. ഞങ്ങൾക്കൊരു അന്തവും കുന്തവും ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അപ്പോഴാണ് ഏതോ ഒരു നോ മാഡ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്, ഇത് റെസ്റ്റോറൻ്റ് ആണോ എന്താണെന്നറിയത്തില്ല, കുറേ ഷോപ്സും കൂടെ ഉള്ള എന്തോ ഒരു സംഭവമാണ് കേട്ടോ. നോ മാഡ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ വന്നെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ പാർക്ക് ചെയ്തു കേട്ടോ. പക്ഷെ പാർക്ക് ചെയ്തിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ രസം. ഭയങ്കര ബുദ്ധിമുട്ടി ഞാൻ പാർക്കൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുഡില്ല. തുറന്നിട്ടില്ലേ? തിരിച്ചു പോകുന്ന ആൾക്കാരെ കണ്ടു. ബർത്ത്ഡേ ഗേളിന് ഭക്ഷണം കിട്ടിയില്ല. പാവം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവരെവിടെയോ പോവുകയാണ്. ഇവർ ആക്ച്വലി വിളിച്ച് പറഞ്ഞത് കടമ്പ്ര. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കടമ്പ്ര എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ശരിക്കും അത് എനിക്ക് തോന്നുന്നു അത് എന്തോ ഒരു മെയിൻ്റനൻസ് കാരണം, എന്തോ വർക്ക് കാരണം അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് എവിടെയോ ഇവർ ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ സ്ഥലം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക്, നല്ല സ്ഥലം. ആക്ച്വലി ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ എന്തോ ആണ് കേട്ടോ. കടമ്പ്ര എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ നേരെ ആ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ടെമ്പററി ആയിട്ട് നടത്തുന്ന ആ സ്ഥലത്തെത്തി. ഹായ് പറ. സലാം ഒരു ഹായ്. കേപി ഒരു ഹായ് പറ. ഞങ്ങൾ ഓർഡർ ചെയ്തത് മീൽസാണ് എല്ലാവരും. ഇടയ്ക്ക് 1-2 പേര് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും മീൽസ് ഓർഡർ ചെയ്തതിന് എല്ലാവർക്കും മീൽസ് മതി. എല്ലാവരും മീൽസ് ഓർഡർ ചെയ്തേ. പിന്നെ ഇവിടെ സീ ഫുഡ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സീ ഫുഡൊന്നും വന്നില്ല. നമ്മൾ കുറച്ച് സീ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്നത്. ഇതാണ് ചെമ്മീൻ കഴിക്കുന്ന പ്രകേഷ്. ചിക്കൻ ഫ്രൈ. ചോറ് കണ്ടിട്ടില്ല അത് പിള്ളേര്. ഇവിടെ ആക്രാന്തല്ലേ ആക്രാന്ത്. എങ്ങനെയുണ്ട് കേപി? കൊള്ളാവോ? സൂപ്പറാണ്. എടുക്കരുത്.
അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നീതുവിൻ്റെ പ്ലേറ്റിൽ എന്തൊക്കെയുണ്ട്? എന്താ നീതു തിന്നുന്നത്? ബീഫാണ്. ചിക്കൻ ഫ്രൈ. ബില്ലടയ്ക്കുന്ന വിവേക്. ഈ കുട്ടിയുടെ വണ്ടി ഒന്ന് ചെറുതായിട്ട് ഇടിച്ചു കേട്ടോ. സ്ക്രാച്ച് കാണുന്നില്ല. പേടിച്ചു പോയി പിള്ളേര്. ചോദിക്കണോ? നമുക്കൊരു ഫോട്ടോ എടുത്താലോ? കപ്പലിൻ്റെ കൊള്ളാവോ? സലാം. ഓക്കെ അല്ലേ? നീ ഓക്കെ അല്ലടാ? നീ ഓക്കെ അല്ലടാ? നീ ഓക്കെ ആണോടാ? കണ്ണു തള്ളുന്ന പ്രിയേഷ്. എന്റെ അങ്ങനെ അലമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാണ് ശരിക്കുള്ള കടമ്പ്ര റെസ്റ്റോറൻറ്റ്. ഇതാണ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞത്, ഇതാണ് കടമ്പ്ര റെസ്റ്റോറൻറ്റ്. ക്യാമറയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റി, ക്ഷമിക്കുക. ഇവിടെ ആക്ച്വലി മെയിൻ്റനൻസ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പുറത്ത് ടെമ്പററി ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എനിക്കൊന്നും ഇന്ന് ഉടനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചിന്നപ്പണി പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തോട്ട് വന്നത്. ഞാൻ അധികമൊന്നും കൊച്ചി കറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് വന്നു കേട്ടോ. ഏകദേശം എനിക്കൊന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തുള്ളൂ. എല്ലാം കൂടെ പെട്ടെന്ന് കഴിച്ചു. ഈവൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല ഫുഡ് കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. നമുക്കൊരു സംതൃപ്തി തോന്നി ഫുഡ്. ഞങ്ങളങ്ങനെ ഓഫീസിലെത്തി ഗൈസ്. പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം ഗീതുവിൻ്റെ കേക്ക് കട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ ടീമിലെ എല്ലാവരും വന്നിട്ടില്ല. കുറച്ച് പേരൊക്കെ വർക്കിൽ ബിസി ആയിട്ടിരിക്കുന്നവരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത്രയൊക്കെയുള്ളായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അത് വേണം. ഞാൻ ഇച്ചിരി മുഖത്തിച്ചിരി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.